മഹാരാഷ്ട്രയിൽ ഭാഷയുടെ പേരിൽ അക്രമങ്ങൾ പതിവാകുന്നു. മറാത്തി ഭാഷ സംസാരിക്കാത്തതിന്റെ പേരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാക്കളും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ നേതാക്കളും ചേർന്ന് നഗരമധ്യത്തിൽ വെച്ച് ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഉത്തർപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കുടിയേറിയ രണ്ടുപേരാണ് മറാത്ത ഭാഷയുടെ പേരിൽ ഏറ്റവും ഒടുവിൽ സംഘർഷമുണ്ടാക്കിയത്. ഇത്തവണ ബാൽഗറിലാണ് സംഭവം. യുപിക്കാരനായ ഭവേഷ് പടോളിയ എന്നയാൾ മറാത്ത ഭാഷ സംസാരിക്കാതിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. മറാത്തിയിൽ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പടോളിയ ചോദിച്ചപ്പോൾ ഓട്ടോ ഡ്രൈവർ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞ് തർക്കിച്ചു. അതെന്താണ് പൊതുസ്ഥലത്ത് മറാത്തി സംസാരിക്കാത്തതെന്ന് പടോളിയ വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. ഹിന്ദിയിലും ഭോജ്പുരിയിലും സംസാരിക്കുന്നതാണ് നല്ലതെന്ന് ഡ്രൈവറുടെ മറുപടി. ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ഇരുവരും തമ്മിലുള്ള തർക്ക വീഡിയോ കണ്ടതോടെയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാക്കളും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നേതാക്കളും വിരാർ റെയിൽവേ സ്റ്റേഷന് സമീപമെത്തി ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചത്. നേതാക്കൾ സംഘം ചേർന്ന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു. മറാത്തി ഭാഷയെ അപമാനിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പടോളിയയോട് മാപ്പ് പറയാനും ഡ്രൈവറോട് നേതാക്കൾ നിർദ്ദേശിച്ചു. ആരെങ്കിലും മറാത്തി ഭാഷയെയോ മഹാരാഷ്ട്രയെയോ മറാത്തി ജനതയെയോ അപമാനിക്കാൻ തുനിഞ്ഞാൽ അവർക്ക് യഥാർത്ഥ ശിവസേന ശൈലിയിൽ മറുപടി നൽകുമെന്നാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. നഗരമധ്യത്തിൽ ഇത്രയും വലിയ സംഭവം അരങ്ങേറിയിട്ടും പാൽഘർ ജില്ലാ പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പരിശോധിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറാത്തി സംസാരിക്കാത്തതിന്റെ പേരിൽ താനെയിൽ കച്ചവടക്കാരൻ മർദ്ദനത്തിനിരയായത് വിവാദമായതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ സംഭവം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.